ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും അവിടുന്ന് വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. അപ്പോസ്തല പ്രവർത്തനം 6-ാം അധ്യായം 8 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. സ്റ്റെഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. കിറേനക്കാരൻ അലക്സാണ്ട്രിയക്കാരും കിലീക്യയിലെ ഏഷ്യയിൽ നിന്നുള്ളവരും ഉൾപ്പെടുന്നതും സ്വതന്ത്രന്മാരും സിനഗോഗ് എന്നറിയപ്പെട്ടിരുന്നവരുമായ സംഘത്തിലെ അംഗങ്ങൾ എഴുന്നേറ്റ് സ്റ്റെഫാനസിനോട് വാദപ്രതിവാദത്തിലേർപ്പെട്ടു. എന്നാൽ അവൻ്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ രഹസ്യമായി പ്രേരിപ്പിച്ചതനുസരിച്ച് ജനങ്ങളിൽ ചിലർ പറഞ്ഞു, അവൻ മോശയ്ക്കും ദൈവത്തിനുമെതിരായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു. അവർ ജനങ്ങളെയും ജനപ്രമാണികളെയും നിയമജ്ഞരെയും ഇളക്കുകയും അവനെ ബന്ധിച്ച് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്തു. കള്ളസാക്ഷികൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇവൻ ഈ വിശുദ്ധ സ്ഥലത്തിനും നിയമത്തിനുമെതിരായി സംസാരിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല. നസ്രായനായ യേശു ഈ സ്ഥലം നശിപ്പിക്കുകയും മോശ നമുക്ക് നൽകിയിട്ടുള്ള ആചാരങ്ങൾ മാറ്റുകയും ചെയ്യുമെന്ന് ഇവൻ പ്രസ്താവിച്ചിരിക്കുന്നു. സംഘത്തിലുണ്ടായിരുന്നവർ അവൻ്റെ നേരെ സൂക്ഷിച്ചു നോക്കി. അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കാണപ്പെട്ടു. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഈ വചനഭാഗം നമുക്കറിയാം. സന്ദർഭം സ്റ്റെഫാനോസ്, ആത്മാവിൽ തീഷ്ണതയുള്ള സ്റ്റെഫാനോസ്, ജ്ഞാനത്തിലും ദൈവത്തിൻ്റെ കൃപാവരത്തിലും ശക്തിയിലും പല അത്ഭുതങ്ങൾ ചെയ്ത സ്റ്റെഫാനോസ്. ഈ സ്റ്റെഫാനോസിനോടുള്ള വെറുപ്പും വൈരാഗ്യവും വെച്ചുകൊണ്ട് സ്റ്റെഫാനോസിനെതിരെ ദുർവാർത്ത പരത്തുകയാണ്. ഈ ദുർവാർത്തയുടെ അടിസ്ഥാനത്തിൽ അവസാനം സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല ചെയ്യപ്പെടുവാനായിട്ടിടയായി. ഈ ദുർവാർത്ത എന്താണ്? സ്റ്റെഫാനോസ് പറയാത്ത വാക്കുകളാണ്. ഇവരുടെ ലക്ഷ്യം എന്താണ്? സ്റ്റെഫാനോസിനെ വധിക്കുക. യേശു കർത്താവ്, നസ്രായനായ യേശു ഈ സ്ഥലം നശിപ്പിക്കുകയും മോശ നമുക്ക് നൽകിയിട്ടുള്ള ആചാരങ്ങൾ മാറ്റുകയും ചെയ്യുമെന്ന് ഇവൻ പ്രസ്താവിച്ചിരിക്കുന്നത് ഞങ്ങൾ കേട്ടു എന്നാണ് സ്റ്റെഫാനോസിനെതിരായിട്ട് ദുരാരോപണങ്ങൾ പറഞ്ഞവർ പറഞ്ഞ വാക്കുകൾ. പ്രിയമുള്ളവരെ, ഈ ദിനത്തിൽ നമ്മളൊന്ന് ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് സദ്വാർത്ത പ്രഘോഷിക്കുന്നവരാണോ ദുർവാർത്ത പ്രഘോഷിക്കുന്നവരാണോ? സദ്വാർത്ത പ്രഘോഷിക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ യേശുനാഥൻ തന്നിൽ വിശ്വസിക്കുന്ന സകലരോടും പറഞ്ഞ ഒരു വാക്യം ഇപ്രകാരമാണ്: നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. മാർക്കൂസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം. സുവിശേഷം എന്ന് പറയുന്നത് സദ്വാർത്തയാണ്. ജീവൻ നൽകുന്നത്, വിശുദ്ധിയിൽ വളർത്തുന്നത്, ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുന്നത്, സാഹോദര്യത്തിൽ നിലനിർത്തുവാൻ മനുഷ്യ സമൂഹത്തെ സഹായിക്കുന്നതാണ് സദ്വാർത്ത. ക്രിസ്തു സന്ദേശം എവിടെയൊക്കെ എത്തിച്ചേർന്നുവോ അവരുടെയൊക്കെ ജീവിതങ്ങളിൽ അഭിഷേകവും അനുഗ്രഹവും ജീവനും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. എന്നാൽ നമ്മളിന്ന് ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ പല ദുർവാർത്തകളാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. പ്രഭാതത്തിൽ ഉണർന്ന് പത്രവാർത്തയിൽ നമ്മൾ വായിക്കുമ്പോൾ പോലും നമ്മൾ വായിക്കുന്നതൊക്കെ സദ്വാർത്തകളാണോ അല്ല എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. കൂടുതലും ദുർവാർത്തകളാണ്. ദുഷ്പ്രേരണകൾ നൽകുന്ന തെറ്റായ ചിന്തകളും തെറ്റായ ഇമോഷൻസും നമ്മുടെ ഉള്ളിൽ വളർത്തുന്ന ദുർവാർത്തകളല്ലേ നമ്മൾ ചുറ്റുപാടും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ജീവൻ പ്രഘോഷിക്കുന്ന, ജീവൻ പകരുന്ന വാക്കുകളാകേണ്ട പ്രഘോഷണങ്ങൾ പോലും ഇന്ന് വെറുപ്പിനും വിദ്വേഷത്തിനും സ്പർദ്ധയ്ക്കും കാരണമാകുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർത്തുകൊള്ളണം, നമ്മൾ സദ്വാർത്ത പ്രഘോഷിക്കുന്നവരല്ല. യേശു കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ അധരങ്ങളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് എത്തേണ്ടത് സദ്വാർത്തയാണ്. മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കാതെ ഉള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എപ്പോഴും ദുർവാർത്തകളായിരിക്കും വരിക. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരി അവരുടെ
8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുമായിട്ട് എൻ്റെ അടുക്കിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അന്ന് ഈ പെൺകുട്ടിയുടെ 8 വയസ്സ് പൂർത്തിയാകുന്ന ജന്മദിനമാണ്. 8ാം വയസ്സിലേക്ക് അവൾ പ്രവേശിക്കുന്ന ദിവസമായിരുന്നു. 8ാമത്തെ വയസ്സിൽ പ്രവേശിക്കുന്ന ആ ദിനത്തിൽ ഈ കുഞ്ഞിനെയും കൊണ്ട്, മിടുക്കിയാണ്, കാണാനൊക്കെ നല്ല സ്മാർട്ടായിട്ടുള്ള ഈ പെൺകുട്ടിയെയും കൊണ്ട് ഈ സഹോദരി എൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അച്ഛാ, ഇന്ന് ഇവളുടെ ജന്മദിനമാണ്, ഒന്ന് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ ആ കുഞ്ഞിൻ്റെ ശിരസിലെ കരങ്ങളൊക്കെ വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചു. ജന്മദിനത്തിൻ്റെ ആശംസകൾ നേർന്നു. അനുഗ്രഹത്തിൻ്റെ നല്ല വാക്കുകൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ അമ്മച്ചിയുടെ, ഈ സഹോദരിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പാനായിട്ട് തുടങ്ങി. ഇവർ പെട്ടെന്ന് വല്ലാത്തൊരു ഇമോഷണലായിട്ട് പെട്ടെന്ന് കരഞ്ഞ് ഒരു മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് കരയാനായിട്ട് തുടങ്ങി. ഞാൻ സ്നേഹത്തോടെ ചോദിച്ചു, എന്താണ് സഹോദരി ഇങ്ങനെ കരയുന്നത്? അച്ഛാ, എനിക്കിപ്പോൾ വല്ലാത്ത ഭയമാണ്, എൻ്റെ ഈ മകളെക്കുറിച്ച് വല്ലാത്ത ഉത്കണ്ഠയാണ്. കാര്യം എന്താണ് അന്വേഷിച്ചപ്പോൾ ആ നാളുകളിലൊക്കെ പത്രമാധ്യമങ്ങളിലും വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നത് പീഡനങ്ങളെക്കുറിച്ചുള്ള വാക്കുകളാണ്, പീഡനങ്ങളെക്കുറിച്ചുള്ള വാർത്തകളാണ്. ഈ വീട്ടമ്മ ഈ വാർത്തകളും ഈ പത്രമാധ്യമങ്ങളിലൂടെ വരുന്ന സംഭവങ്ങളുമൊക്കെ ഇത് വായിച്ചപ്പോൾ ഈ സഹോദരിയുടെ ഉള്ളിൽ ഈ ദുർവാർത്തകൾ, ഈ തിന്മയുടെ വാക്കുകൾ ഈ സഹോദരിയിൽ അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങി. ഇനി അടുത്ത ഇര എൻ്റെ കുഞ്ഞായിരിക്കുമോ? എൻ്റെ കുഞ്ഞിന് ഇനി എന്തെങ്കിലും സംഭവിക്കുമോ? ഇവളുടെ സ്മാർട്ട്നെസ്സും ഇവളുടെ സൗന്ദര്യവും കണ്ട് ഇനി ആരെങ്കിലും ഇവളെ ഇനി ദുരുപയോഗിക്കുമോ എന്നുള്ള ആ ഒരു ഭയം, അമിതമായ ഉത്കണ്ഠ ഈ സഹോദരിയുടെ ഉള്ളിൽ ഇത് പ്രവേശിക്കുവാനായിട്ട് കാരണമായതിൻ്റെ കാരണം എന്താണ്? കാരണമായതിൻ്റെ മറ്റൊന്നുമല്ല, നമ്മുടെ വാർത്താമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലുമൊക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ സദ്വാർത്തകളല്ലല്ലോ, വിഷമിപ്പിക്കുന്ന വാക്കുകൾ, വേദനിപ്പിക്കുന്ന വാക്കുകൾ, മനുഷ്യനെ വെറുപ്പിലും വിദ്വേഷത്തിലും സ്പർദ്ധയിലും അവനെ നിരാശപ്പെടുത്തുന്ന വാർത്തകൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും സദ്വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ, നന്മയുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, കരുതലിൻ്റെ വാക്കുകളെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് അങ്ങനെയുള്ള പ്രവൃത്തികളെപ്പോലും ചിന്താമണ്ഡലങ്ങളിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് സ്പർദ്ധയുടെയും വെറുപ്പിൻ്റെയും അശുദ്ധിയുടെയും വർത്തമാനങ്ങളും വാർത്തകളും ഇന്ന് നമ്മുടെ മാധ്യമ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് പ്രിയമുള്ളവരെ, സദ്വാർത്ത ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സദ്വാർത്ത പ്രഘോഷിക്കേണ്ടവർ പോലും ചില സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, ചില സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അവരുടെ തൊഴിൽ മേഖലകളിൽ പ്രശസ്തരാകുവാൻ വേണ്ടി സദ്വാർത്ത പ്രഘോഷിക്കേണ്ടവർ പോലും ദുർവാർത്ത പ്രഘോഷിക്കുന്നവരായിട്ട് മാറുമ്പോൾ നീതിമാനായ കർത്താവ് ഇവരോട് കണക്ക് ചോദിക്കാതിരിക്കുമോ? ദൈവം കണക്ക് ചോദിക്കാതിരിക്കുമോ? അനീതിയോടെ വെറുപ്പിനും വിദ്വേഷത്തിനും വൈരാഗ്യത്തിനും ചിന്തയ്ക്കും അടിമപ്പെട്ട് നീതിമാന്മാരുടെ രക്തം ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ വീഴാൻ തക്ക വിധം സ്പർദ്ധയുടെ വാക്കുകൾ, സ്പർദ്ധയുടെ വർത്തമാനങ്ങൾ നമ്മൾ പ്രഘോഷിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, കാരുണ്യവാനായ ദൈവം ഏതെങ്കിലും ഒരു സമയത്ത് ഇതിന് കണക്ക് ചോദിക്കും. സ്റ്റെഫാനോസിനോട് നിലപാടുകൾ എടുത്തവർ അവസാനം അവർ ചെയ്ത തെറ്റിനെ അനുദപിക്കുവാൻ തക്ക വിധം അവരുടെ ജീവിതങ്ങളിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും കടന്നു വരുമ്പോൾ അവർ തിരിച്ചറിയും തങ്ങളെടുത്തത് തെറ്റാണ്. ഇന്ന് എത്രയോ ജീവിതങ്ങളെ ദുർവാർത്തയുടെ പേരിൽ നമ്മൾ നിഷ്കരുണം വേദനിപ്പിക്കുകയും കല്ലെറിയുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ പെൺകുട്ടിയുടെ കാര്യം, ഈ കുഞ്ഞ് ആ പ്രാർത്ഥന കഴിയുമ്പോൾ ഈ കുഞ്ഞ് പുഞ്ചിരിച്ച് നിഷ്കളങ്കതയോടെ നിൽക്കുകയാണ്. എന്നിട്ട് ഈ കുഞ്ഞ് പറയുകയാണ്, അച്ഛാ, എൻ്റെ അമ്മച്ചിക്ക് ഇപ്പോൾ വല്ലാത്ത പേടിയാണ്. രാവിലെ സ്കൂളിൽ പോകാനായിട്ട് ഞാൻ ഒരുങ്ങുമ്പോൾ തന്നെ അമ്മ ടെൻഷനാകും. സ്കൂളിലേക്ക് ഞാൻ ഇറങ്ങി പോകുമ്പോൾ അമ്മയുടെ കണ്ണ് നിറയും. അമ്മയ്ക്ക് എപ്പോഴും ഉള്ളിൽ വല്ലാത്ത നൊമ്പരമാണ്. കാരണം കേൾക്കുന്നതൊക്കെ ദുർവാർത്തകളല്ലേ. പ്രിയമുള്ളവരെ, എത്രയോ നന്മയുടെ വാക്കുകൾ, നന്മയുടെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കരുതലും സംരക്ഷണവും അനുഭവിക്കുന്ന എത്രയോ സംഭവങ്ങൾ, ആധ്യാത്മിക മേഖലകളിൽ വ്യാപരിക്കുന്നവരുടെ എത്രയോ അനുഭവങ്ങൾ. ഇതൊന്നും എന്തേ നമുക്ക് വാർത്തയാകാത്തത്? ഇതൊന്നും നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ കടന്നു വരാത്ത വിധം തിന്മകളെ പർവ്വതീകരിപ്പിച്ച് തിന്മകളെ ഉയർത്തി കാണിക്കുന്ന വാർത്താ മാധ്യമങ്ങൾ ഇന്ന് ചുറ്റുപാടുകളിൽ പ്രബലപ്പെടുമ്പോൾ കർത്താവ് പറഞ്ഞ വചനം എത്രയോ അർത്ഥമാണ്. ലോകം പിശാചിൻ്റെ കയ്യിലാണ്. ലോകവും അതിൻ്റെ തിന്മകളുമൊക്കെ ഒരു വേള നീങ്ങിപ്പോവുക തന്നെ ചെയ്യും. എന്നും തിന്മ പ്രബലപ്പെട്ട് നിൽക്കുകയില്ല.
തിന്മ പ്രബലപ്പെട്ടുകൊണ്ട് നിൽക്കുകയില്ല. ഏതെങ്കിലും ഒരു സമയം ഉണ്ട് ഇതൊക്കെ നിർക്കുത്തുവാനായിട്ട്. ദൈവത്തിൻ്റെ കരുണയെ വിസ്മരിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കരുതലിനെ വിസ്മരിച്ചുകൊണ്ട് സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുർവാർത്തകളെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ, ദുർവാർത്തകളെ വളർത്തുവാനായിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു ഷെയർ ചെയ്യാം, ഒരു ലൈക്ക് അടിക്കാം, അല്ലെങ്കിൽ ഒരു കമൻറ്റ് പറയാം. ഇത് ചെയ്യുമ്പോൾ നീ ദുർവാർത്തകളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നമ്മളിന്ന് മാധ്യമ ലോകത്തിൽ നമ്മളെപ്പോഴും പല രീതിയിൽ ഇൻ്റർനെറ്റും അതുപോലെ തന്നെ ഫേസ്ബുക്കും വാട്സപ്പും അങ്ങനെയുള്ള മെസ്സഞ്ചറും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ചില ദുർവാർത്തകൾ വരുമ്പോൾ നമ്മളറിയാതെ ലൈക്ക് കൊടുക്കുമ്പോൾ, നമ്മളത് മറ്റൊരാൾ അറിയാനായിട്ട് അത് ഷെയർ ചെയ്യുമ്പോൾ, യഥാർത്ഥത്തിൽ നീ ചെയ്യുന്നത് നീ ദുർവാർത്ത പരത്തുന്ന വ്യക്തിയായിട്ട് മാറുകയാണ്. സദ്വാർത്ത ലോകത്തോട് പ്രഘോഷിക്കേണ്ട നീ മറ്റുള്ളവരിലൂടെ കടന്നു വരുന്ന ദുർവാർത്തകളെ നീ ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുകയും മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് അത് കടത്തിവിടുകയും ചെയ്യുമ്പോൾ നീയും ഒരു ദുർവാർത്തയുടെ ഒരു ചാലകമായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മൾ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഇമോഷൻസ് എന്താണ്? വല്ലാത്തൊരു ഭയം തരുന്ന ഒരു ഇമോഷൻ, അല്ലെങ്കിൽ നിരാശപ്പെടുത്തുന്ന, അല്ലെങ്കിൽ സങ്കടം തോന്നുന്ന ഇമോഷൻസൊക്കെ തരുന്നതിനെ നമ്മൾ എന്തിന് ഷെയർ ചെയ്യണം? നമ്മൾ എന്തിന് ലൈക്ക് അടിക്കണം? നമ്മൾ എന്തിന് കമൻറ്റ് കൊടുക്കണം? വ്യക്തികളെ വിശ്വാസത്തിലും വിശുദ്ധിയിലും നന്മയിലും വളർത്തുന്ന വാർത്തകളും ചിത്രങ്ങളും അവയോട് നമ്മൾ ലൈക്ക് അടിക്കുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു നന്മ ഉണ്ടാകും. നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ വാർത്തകൾ നമ്മെ നന്മയിൽ വളരുവാനും വിശുദ്ധിയിലും സ്നേഹത്തിലും ആഴപ്പെടാനും സഹായിക്കുന്നതാണെങ്കിൽ അത് ഷെയർ ചെയ്യുക, അതിന് കമൻറ്റ് കൊടുക്കുക, അത് ലൈക്ക് ചെയ്യുക. അതല്ലാതെ ഒരു വാർത്ത നമ്മുടെ ഹൃദയത്തെ പോലും വേദനിപ്പിക്കുകയും നൊമ്പരപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളിൽ തന്നെ അവസാനിപ്പിക്കുവാനായിട്ട് അത് ഷെയർ ചെയ്യാതിരിക്കുക, അതിന് ലൈക്ക് അടിക്കാതിരിക്കുക, അതിനോട് കമൻറ്റ് ചെയ്യാതിരിക്കുക. കാരണം പ്രിയമുള്ളവരെ, തിന്മ ഇന്ന് വളരെ തന്ത്രപൂർവം സദ്വാർത്തകളെ ചെറുതാക്കി കാണിക്കുവാനും ദുർവാർത്തകളെ പർവ്വതീകരിച്ച് ഇതാണ് ലോകം, ഇതാണ് ചുറ്റുപാടുകളിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു പരത്തുവാനും ഇന്ന് തന്ത്രപൂർവം പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിശാചിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. അവൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ജീവൻ്റെ സമൃദ്ധി നഷ്ടപ്പെടുത്തുക, മറ്റുള്ളവരെ നശിപ്പിക്കുക, മനുഷ്യനെ ഭയത്തിനടിമപ്പെടുത്തുക, മനുഷ്യനെ കുറ്റബോധത്തിനടിമപ്പെടുത്തുക, മനുഷ്യനെ അവരുടെ സാമൂഹ്യ ജീവിതത്തിൽ ആ ബന്ധങ്ങളിൽ വിള്ളലുകൾ കൊണ്ടുവരിക. ഇത് പിശാചിൻ്റെ തന്ത്രമാണ്. അതുകൊണ്ട് അവൻ അതിന് ചേർന്ന വാർത്താ മാധ്യമങ്ങളെ അവൻ രൂപപ്പെടുത്തും. ചില കെട്ടുകഥകൾ ചില വാർത്തകളായിട്ട് മാറ്റിക്കൊണ്ട് ചില തിന്മകളെ പർവ്വതീകരിക്കുവാൻ തക്ക വിധം പിശാച് ഇന്ന് തന്ത്രപൂർവ്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില വാർത്തകൾ നിൻ്റെ ജീവിതത്തിൽ നീ കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരുടെ വിശ്വാസത്തെ തകർക്കാനായിട്ട് അത് കാരണമാകുന്നുണ്ടെങ്കിൽ അത് നിന്നിൽ തന്നെ അവസാനിക്കണം. നീ അത് സ്റ്റോപ്പ് ചെയ്യണം. അത് മറ്റുള്ളവരോട് പറഞ്ഞ് അത് അവരെയും വിഷമിപ്പിക്കുവാനായിട്ട് ഇടവരുത്തരുത്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 15-ാം അധ്യായം 30-ാം തിരുവചനം ഇപ്രകാരമാണ്: തിളങ്ങുന്ന കണ്ണ് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, സദ്വാർത്ത ശരീരത്തെ ഉത്തേജിപ്പിക്കുന്നു. സദ്വാർത്ത ശരീരത്തെ ഉത്തേജിപ്പിക്കുന്നു. ചേർന്ന് നമുക്ക് വായിക്കാം: ദുർവാർത്ത ശരീരത്തെ തളർത്തുന്നു. ഇന്ന് തളർന്ന ശരീരവും തളർന്ന മനസ്സുമായി അനേകർ ജീവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഈ സഹോദരി, അവരുടെ ഉള്ളിൽ വല്ലാത്ത നൊമ്പരമാണ്. മകളെക്കുറിച്ചുള്ള ഉത്കണ്ഠയും ആകുലതയും അവരുടെ ഉള്ളിൽ ഒരു ഭയമായി കയറിപ്പറ്റുവാൻ തക്ക വിധം ചില സംഭവങ്ങളെ പർവ്വതീകരിച്ച് അതിന് ചില അല്പം കൂടെ മസാലകളൊക്കെ ചേർത്ത് പർവ്വതീകരിച്ച് വാർത്തകളിൽ പ്രാധാന്യം നേടുവാൻ, ഇടം നേടുവാനായിട്ട് അത് ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന രീതിയിൽ അത് കൊണ്ടു നടന്നപ്പോൾ ആ ദുർവാർത്തകൾ പലരുടെയും മനസ്സിനെ നിരാശയ്ക്കും കുറ്റബോധത്തിനും ഭയത്തിനും അടിമപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ആ സഹോദരിയോട് സ്നേഹത്തോടെ സദ്വാർത്തകൾ പറയാൻ തുടങ്ങി. ഞാൻ ആ സഹോദരിയുടെ മനസ്സിനെ ബലപ്പെടുത്താനായിട്ട് ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നടക്കുമ്പോൾ എത്രമാത്രം അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ച സംഭവങ്ങൾ നിങ്ങൾ മാധ്യമങ്ങൾ ഇതിൽ വായിച്ചിട്ടില്ലേ? ശാലോം പോലുള്ള ശുശ്രൂഷകളിൽ നല്ല സദ്വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? എത്രയോ യുവതിയുവാക്കൾ, നല്ല സ്മാർട്ടായിട്ടുള്ള യുവതിയുവാക്കൾ ഒറ്റയ്ക്ക് പ്രതിസന്ധിയുടെ നടുവിലൂടെ പരിശുദ്ധ ജപമാല കയ്യിലും പിടിച്ചുകൊണ്ട് തിന്മകളിൽ നിന്ന് രക്ഷപ്പെട്ട എത്രയോ സംഭവങ്ങൾ. ചെറുപ്പക്കാർ മാത്രം ഉള്ള സ്ഥലത്തിലൂടെ രാത്രിയിൽ ജപമാല മാത്രം ബലമായി നിന്ന പെൺകുട്ടി ഒരു പോറലുമേൽക്കാതെ കടന്നുപോയ അനുഭവങ്ങൾ.
ഇതൊക്കെ സദ്വാർത്തയാണ്. ഈ സദ്വാർത്ത ഞാൻ ഈ സഹോദരിയോട് പറയാൻ തുടങ്ങി. അതിനേക്കാൾ ഉപരി പരിശുദ്ധ അമ്മയിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ദൈവവചനത്തിൻ്റെ ശക്തിയിലൂടെയും ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, നന്മകൾ ഇവരോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ സഹോദരിയുടെ കണ്ണുകളിൽ നിന്ന് പിന്നെ ആ കണ്ണുനീര് മാറി, മുഖത്തൊന്ന് പ്രസന്നത വന്നു, ഒരു ഭയം മാറി, ഒരു ധൈര്യം വന്ന ഒരു അനുഭവം ഉണ്ടായി. എന്നിട്ട് ഈ സഹോദരി പറയുകയാണ്, അച്ഛാ, എൻ്റെ കുഞ്ഞിന് ഒരിക്കൽ ഒരു അപകടം ഉണ്ടാകില്ല, പരിശുദ്ധ അമ്മ കാത്തുകൊള്ളും, ഞാൻ അവൾക്ക് വേണ്ടി ജപമാല ചൊല്ലും. പ്രിയമുള്ളവരെ, സദ്വാർത്ത പകർന്നു കൊടുക്കുന്നവരാകാം. എവിടെയെങ്കിലുമൊക്കെ ദുർവാർത്തകൾ കേട്ട് ആരെങ്കിലുമൊക്കെ മാനസിക വൈകല്യങ്ങൾക്കോ നിരാശയ്ക്കോ കുറ്റബോധത്തിനോ എന്തിനെങ്കിലുമൊക്കെ അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ ചെന്ന് ബലപ്പെടുത്തുന്ന കർത്താവിൻ്റെ, കരുതലുള്ള കർത്താവിൻ്റെ, സംരക്ഷിക്കുന്ന കർത്താവിൻ്റെ, കോട്ട കെട്ടി പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ ആ സദ്വാർത്ത നമ്മൾ പറയുന്നവരാകണം. നിരാശപ്പെടുത്തുന്ന വാക്കുകളല്ല. ചുറ്റുപാടുകളിൽ ഏതെങ്കിലുമൊക്കെ ചെറിയ സംഭവങ്ങൾ, വിഷമതകൾ നമ്മളെ നിരാശപ്പെടുത്തുമ്പോൾ ഇവയെ അതിജീവിക്കുവാനും അതിലംഘിക്കുവാനും ദൈവത്തിൻ്റെ സദ്വാർത്തകൾ നമ്മൾ ഉയർത്തി കാണിക്കണം. ഒരു തിന്മ അവിടെ പ്രബലപ്പെടുന്നത് കാണുമ്പോൾ ആ തിന്മയെ തകർക്കുവാൻ, ആ തിന്മയെ കീഴടക്കുവാൻ ദൈവത്തിൻ്റെ സദ്വാർത്ത, ദൈവം ഇടപെട്ട സംഭവങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഷെയർ ചെയ്യുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ അത് പകർന്നു കൊടുക്കുവാനും നമ്മൾ സാധിക്കുമ്പോൾ ഞാൻ സദ്വാർത്തയുടെ വക്താക്കളായിട്ട് മാറുന്നു. ഏതെങ്കിലും ഒരു പീഡനമാകാം. ഒരു പീഡനത്തെക്കുറിച്ച് കേട്ട കാര്യം അത് വീണ്ടും ഒരു 10 പേരോടായിട്ട് പറഞ്ഞ് നമ്മൾ നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്നത് മൂലം മറ്റുള്ളവരുടെയൊക്കെ മാനസിക നിലകളെയും നമ്മൾ വൈകല്യപ്പെടുത്തുന്നില്ലേ? ഏതെങ്കിലുമൊക്കെ ഉള്ള തിന്മകൾ, ഏതെങ്കിലുമൊക്കെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, തെറ്റായ നിലപാടുകൾ, ഇതൊക്കെ വാർത്തകളായിട്ട് ദുർവാർത്തകളായിട്ട് നമ്മൾ പറഞ്ഞ് നടക്കുമ്പോൾ അത് സദ്വാർത്തയല്ല, ദുർവാർത്ത പറയുന്ന പിശാചിൻ്റെ നാവായിട്ട് നമ്മൾ മാറുന്നു. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സദ്വാർത്തയാണ്. ദുർവാർത്തകൾ കേൾക്കുവാനും ദുർവാർത്തകൾ കാണുവാനും ഇടയാകുമ്പോഴും അവയ്ക്ക് മുകളിൽ ദൈവത്തിൻ്റെ ഇടപെടലുകളുള്ള സദ്വാർത്തകൾ നമ്മുടെ മനസ്സിൽ നിറയ്ക്കുമ്പോൾ ഈ ഭയം വിട്ടുപോകും, ആകുലതകൾ വിട്ടുപോകും, നിരാശപ്പെടുത്തുന്ന ചിന്താഗതികളും മനോഭാവങ്ങളും നമ്മളെ വിട്ടുപോകും. നമുക്ക് സദ്വാർത്ത പറയുന്നതാകാം. കാരണം അതാണ് ശരീരത്തെ ഉത്തേജിപ്പിക്കുന്നത്. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 22-ാം തിരുവചനം ഇപ്രകാരമാണ്: അതിനാൽ യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടി അകലുക, പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവയിൽ ലക്ഷ്യം വയ്ക്കുക. ഒരു വ്യക്തി അവൻ്റെ ജീവിതവും അവൻ്റെ നിലപാടുകളും അവൻ്റെ സംസാരവും അവൻ്റെ പെരുമാറ്റവും സദ്വാർത്തയാകണമെന്നുണ്ടെങ്കിൽ അവൻ ഈ വചനത്തിന് അടിസ്ഥാനമായി അവൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. എന്താണ്? യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ആ വ്യക്തി ഓടിയകലണം. നീ എവിടെ ആയിരിക്കട്ടെ, ഏത് സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വാർത്താ മാധ്യമങ്ങളിലൂടെ ആ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അധികാരം കൈയാളുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഏതെങ്കിലുമൊക്കെ ഉന്നത സ്ഥാനത്തിൽ നീ പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കാം. നിൻ്റെ ജീവിതം, നിൻ്റെ സംസാരവും നിൻ്റെ പെരുമാറ്റവും അത് സദ്വാർത്തയായിട്ട് മാറണമെങ്കിൽ യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് നിനക്ക് ഓടി അകലുവാനായിട്ട് കഴിയണം. ആ ഒരു മനോഭാവം നിൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം. യുവസഹജമായ മോഹങ്ങൾ നിൻ്റെ ഉള്ളിൽ നീ താലോലിച്ചു കൊണ്ടിരുന്നാൽ നീ എപ്പോഴും ദുർവാർത്തകൾ തേടിക്കൊണ്ടിരിക്കും. ദുർവാർത്തകൾക്ക് വേണ്ടി നിൻ്റെ മനസ്സ് പരതിക്കൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ ജീവിതത്തെ വളർത്തുവാൻ സഹായിക്കുന്ന സദ്വാർത്തകൾക്ക് പകരം ദുർവാർത്തകൾ പ്രചരിപ്പിക്കുന്ന വ്യക്തിയായിട്ട് മാറും. പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നിന്നാൽ നിൻ്റെ സംസാരവും നിൻ്റെ പെരുമാറ്റവും സദ്വാർത്തകളായിട്ട് മാറും മറ്റുള്ളവർക്ക്. നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവ ലക്ഷ്യം വെച്ചുകൊണ്ട് നീ പ്രവർത്തിക്കുമ്പോൾ, നിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുമ്പോൾ നീ മറ്റുള്ളവർക്ക് ഒരു സദ്വാർത്തയായിട്ട് മാറും. ദൈവം നമ്മളെ ഓരോരുത്തരെയും സദ്വാർത്ത പ്രചരിപ്പിക്കുന്നവരാകുവാനായിട്ട് വിളിക്കുകയാണ്. നിൻ്റെ സാന്നിധ്യം പോലും ഒരു സദ്വാർത്തയായിട്ട് മാറണമെങ്കിൽ നീ സത്യത്തിന് വേണ്ടി മാത്രം നീ നിലപാടെടുക്കണം, നീതിക്ക് വേണ്ടി മാത്രം നിലപാടെടുക്കണം, വിശ്വാസത്തിന് വേണ്ടി മാത്രം നിലപാടെടുക്കണം, സ്നേഹത്തിന് വേണ്ടി, പരിശുദ്ധമായ സ്നേഹത്തിന് വേണ്ടി നീ നിലപാടെടുക്കണം, സമാധാനത്തിന് വേണ്ടി നീ നിലപാടെടുക്കണം. അപ്പോൾ നീ എടുക്കുന്ന നിലപാടുകൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു സദ്വാർത്തയുടെ അനുഗ്രഹം പകർന്നു കൊടുക്കും. അതിന് വിരുദ്ധമായി നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ സ്വാർത്ഥരായിട്ട് മാറുകയും
സദ്വാർത്തയ്ക്ക് പകരം ദുർവാർത്തകൾ കൊടുക്കുന്നവരായിട്ട് നമ്മൾ തരം താഴുകയും ചെയ്യുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ എത്രയോ സദ്വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതാരോടെങ്കിലുമൊക്കെ നമുക്ക് പറയാൻ സമയം കിട്ടാറുണ്ടോ? കർത്താവായ ഈശോയുടെ നാമത്തിൻ്റെ ശക്തിയിൽ ഒത്തിരി അത്ഭുതങ്ങളും ദൈവിക അനുഗ്രഹങ്ങളും സംരക്ഷണവും നേടിയ നല്ല വാർത്തകൾ, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജപമാല മുടങ്ങാതെ ചൊല്ലിയതുകൊണ്ട് പല അപകടങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, മറ്റുള്ളവരുടെ ശത്രുക്കളുടെ പിടികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട അനുഭവങ്ങൾ പങ്കുവെച്ച അനുഭവങ്ങൾ എത്രയോ പേരോട് നിനക്ക് പറയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. യേശുവിനെ വിളിക്കുന്നവരുടെ ജീവിതത്തിൽ നീ ഏതവസ്ഥയിൽ ചെന്നാലും, ഈ ഇരുൾ വീണ താഴ്വരയിലൂടെയാണ് നീ നടക്കുന്നതെങ്കിലും ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവൻ്റെ ചെങ്കോലും ദണ്ഡും നിനക്ക് സംരക്ഷണമായി നിൽക്കുമെന്നുള്ള അനുഭവങ്ങൾ എത്ര പേരോട് നിനക്ക് പറയുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മരണത്തെ പോലും അവൻ അനുഗ്രഹമാക്കി മാറ്റിയ സദ്വാർത്ത, മരണത്തിൻ്റെ മേൽ സദ്വാർത്ത വിളിച്ചറിയിച്ച യേശുവിൻ്റെ അനുഭവങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ നീ സദ്വാർത്ത പറയുകയാണ്. ഒരു ദുഃഖത്തിൻ്റെ, ഒരു വേർപാടിൻ്റെ നൊമ്പരം അത് മറ്റുള്ളവരുടെ അടുത്തേക്ക് നീ അറിയിക്കുമ്പോൾ ആ മരണം പോലും ഒരു സദ്വാർത്തയാക്കി നിനക്ക് മാറ്റാൻ കഴിയുന്നുണ്ടോ? അതോ നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളും നിരാശപ്പെടുത്തുന്ന വികാരങ്ങളും പറയുന്ന രീതിയിൽ നിൻ്റെ വാക്കുകൾ മാറുമ്പോൾ നീ ദുർവാർത്ത പറയുന്നവരായിട്ട് മാറും. കർത്താവിനിൽ വിശ്വസിക്കുന്നവർ, കർത്താവായ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചവർ, അവരുടെ സംസാരവും പെരുമാറ്റവും എപ്പോഴും സദ്വാർത്തകൾ തന്നെയായിരിക്കും. ദുർവാർത്തകളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം സദ്വാർത്ത ശരീരത്തെ ഉത്തേജിപ്പിക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് മറ്റുള്ളവരെ ത്രസിപ്പിക്കുന്ന, ഉത്തേജിപ്പിക്കുന്ന നന്മയുടെ വാക്കുകൾ പറയുന്നവരാകാം. സദ്വാർത്തയുടെ പ്രഘോഷകരാകാം. കർത്താവ് ഒരിക്കലും നിന്നെ തള്ളിക്കളയുകയില്ല. കർത്താവ് നിന്നെ കരുതുന്നു. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവരാരും നഷ്ടപ്പെടാതിരിക്കത്തക്ക വിധം ദൈവം അവരുടെ ജീവിതങ്ങളിൽ ഇടപെടുന്നു എന്നുള്ള സദ്വാർത്ത കൊടുത്ത് നമുക്ക് മനുഷ്യരെ ബലപ്പെടുത്തുന്നവരാകാം. മാനസിക സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ട്, മാനസിക വൈകല്യങ്ങൾക്ക് അടിമപ്പെട്ട്, നിരാശയ്ക്ക് അടിമപ്പെട്ട്, തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ പോലും സ്നേഹത്തോടെ, വിശ്വസ്തയോടെ, ശ്രദ്ധയോടെ ചെയ്യാൻ പറ്റാത്ത വിധം മാനസിക സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടുന്ന വ്യക്തികൾ ദുർവാർത്തകളുടെ പരിണിത ഫലമാണ്. ആ ദുർവാർത്തകളിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ നമുക്ക് സദ്വാർത്തയുടെ വാഹകരാകാം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അവിടുന്ന് ഞങ്ങൾ ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത് നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക, സദ്വാർത്ത പ്രഘോഷിക്കുക. കർത്താവെ, ഞങ്ങളുടെ വാക്കുകളിലൂടെ മറ്റുള്ളവരെ വിശ്വാസത്തിലും വിശുദ്ധിയിലും നന്മയിലും വളർത്തുവാൻ, സദ്വാർത്ത പറയുന്നവരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദുർവാർത്തകൾ ഞങ്ങളിൽ തന്നെ അവസാനിപ്പിക്കുവാൻ, ദുർവാർത്തകൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഷെയർ ചെയ്ത് അവരുടെ ജീവിതങ്ങളെ ദുസ്സഹമാക്കാതിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദുർവാർത്തകളുടെ മേൽ ദൈവത്തിൻ്റെ സദ്വാർത്ത പകർന്നു കൊടുത്ത് തളർന്ന മനസ്സുകളെ ബലപ്പെടുത്തുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.